നമസ്കാരം. എല്ലാവർക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ അവസാനത്തെ പോർഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഓവർവ്യൂ, നമ്മുടെ ടാർഗറ്റ് അനുസരിച്ച് നമ്മൾ ഇൻഡക്ടൻസ് എന്നുള്ള ടോപ്പിക് കൂടി നമ്മൾ മുമ്പിലത്തെ സെഷനിൽ തീർത്തു. ഇനി നമുക്കുള്ളത് എ സി ജനറേറ്റർ ആണ്. എ സി ജനറേറ്ററിന്റെ ഒരു വർക്കിങ്ങും അതിന്റെ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് മോഡൽ കൂടി കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരിട്ട് എ സി ജനറേറ്റർ എന്നുള്ള പോർഷനിലേക്ക് പോകാം. അപ്പം എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എ സി കറണ്ട് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഓൾട്ടർനേറ്റിംഗ് ഇറ്റ്സ് ഡിറക്ഷൻ എന്നുള്ളതാണ്. അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2 കറണ്ട് ആണ് ബേസിക്കലി ഉള്ളത്. ഡി സി കറണ്ടും ഉണ്ട്, എ സി കറണ്ടും ഉണ്ട്. എ സി കറണ്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ, നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത ചാപ്റ്ററിന്റെ പേര് തന്നെ എ സി എന്നുള്ളതാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളതാണ്. ഡി സി കറണ്ടിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 3rd യൂണിറ്റിൽ, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഒരു ചാപ്റ്റർ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി കറണ്ടിനെ കുറിച്ചാണ്. ഈ ഡി സി കറണ്ടും എ സി കറണ്ടും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡി സി കറണ്ടിന്റെ ഫുൾ ഫോം ഡയറക്റ്റ് കറണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മളൊരു സം ആംപിയർ ഓഫ് കറണ്ട് നമുക്ക് കറണ്ട് കിട്ടുന്നത് നമ്മൾക്കിപ്പോ അറിയാം. നമുക്കൊരു ബാറ്ററി ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതിന്റെ കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ എപ്പോഴും കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. കറണ്ട് ഫ്ലോയ്ക്ക് ഒരേ ഒരു ഡിറക്ഷനെ കാണത്തുള്ളൂ, യൂണി ഡിറക്ഷനിലായിരിക്കും. ഒരേ ഒരു ഡിറക്ഷനെ കാണത്തുള്ളൂ. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ എങ്കിൽ എപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ. ഏതിന്റെ കേസിലാ? ഡി സി കറണ്ടിന്റെ കേസിൽ, ഡിറക്റ്റ് കറണ്ടിന്റെ കേസിൽ. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഡിറക്റ്റ് കറണ്ടിനെ നമ്മൾ യൂണി ഡിറക്ഷണൽ കറണ്ട് എന്നായിരിക്കും വിളിക്കുന്നത്. ഒരേ ഡിറക്ഷനിൽ പോകുന്ന കറണ്ട് എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇനി എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ഡിറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് ഇറ്റ്സ് ഡിറക്ഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ബൾബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറണ്ട് ഇവിടുന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ബൾബിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോ വരുന്നത്. അത് ഇതിനുള്ളിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലൊന്ന് ഓസിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ കളക്റ്റീവ് ആയിട്ട് നമുക്ക് മോഷൻ നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന എല്ലാ ചാർജ്ഡ് പാർട്ടിക്കിളും ഇത്തരത്തിലൊരു ഓസിലേഷൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്തടുത്ത് നോക്കുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് കറണ്ടിന്റെ ഡിറക്ഷൻ അതെപ്പോഴും ആദ്യമേ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ പിന്നീട് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഒരു ഡി സി കറണ്ട് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് എപ്പോഴും 5 വോൾട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും 5 വോൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എപ്പോഴും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ എ സി കറണ്ടിന്റെ കേസിൽ നമുക്ക് ഇടയ്ക്ക് 0 വരും, അതിനുശേഷം അത് ഗ്രോ ചെയ്ത് മാക്സിമം വരും, പിന്നെ അത് 0 വരും, പിന്നെ മാക്സിമത്തിലോട്ട് പോകും. അത്തരത്തിലൊരു വേരിയേഷൻ ഉള്ള ഒരു കറണ്ട് ആയിരിക്കും എ സി കറണ്ടിന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത്. അതിന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന നമ്മൾ പഠിച്ചല്ലോ. അതനുസരിച്ച് ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ എ സി കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ പറയുന്ന എക്സ്പെരിമെന്റുകൾ പറയുന്നത് പോലെ ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്താൽ അവിടെ കറണ്ട് ഉണ്ടാവും. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾസ് ഒക്കെ അങ്ങനെയായിരുന്നു. എങ്ങനെയാണ്? ഒരു കോയിൽ വെറുതെ ഇരിക്കുന്നു, അവിടെ നമ്മൾ മറ്റൊരു മാഗ്നറ്റിനെ കൊണ്ടുവന്ന് മാഗ്നറ്റിനെ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. ശരിയാണല്ലോ? മാഗ്നറ്റിനെ കൊണ്ടുവരുന്നു, എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ മാഗ്നറ്റ് വരുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അല്ല കറണ്ടിനെ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ആണ് കറണ്ടിനെ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തുകൊണ്ട് കറണ്ട് ഉണ്ടായാൽ അത്തരത്തിലുള്ള കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം നമ്മൾ ഒരു സ്ഥലത്ത് കറണ്ട് ഉണ്ടാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു മൂവിങ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിച്ചാൽ അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ലെൻസസ് ലോയുടെ കേസിലൊക്കെ പറഞ്ഞ എക്സാമ്പിൾസ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എന്റെ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒരു മൂവിംഗ് ചാർജ് ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങോട്ട് വരുമ്പം അന്നേരം ഉണ്ടാകുന്ന കറണ്ട് ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കും. അതിന്റെ കറണ്ടിന്റെ ഡിറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ കേസിൽ എ സി ജനറേറ്ററിന്റെ കേസിലും
നമ്മൾ മറ്റൊരു മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എക്സ്പെരിമെന്റ്സിലെല്ലാം എങ്ങനെയായിരുന്നു, ആദ്യമേ എന്താ ചെയ്തത്, ഒരു കോയിൽ അവിടെ വെച്ചു. നമ്മുടെ ഒന്നാമത്തെ എക്സ്പെരിമെന്റ്, ഒരു കോയിൽ വെച്ചു, അങ്ങോട്ടേക്ക് ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്നു, ബാർ മാഗ്നറ്റിന് നോർത്ത് പോൾ കൊണ്ടുവരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, നോർത്ത് പോൾ വീണ്ടും കൊണ്ടുവരുന്നു, എടുത്തുകൊണ്ട് വരുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു മാഗ്നറ്റ് കൊണ്ടുവരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. കൊണ്ടുവരുമ്പം അത് ഒരു സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും മറ്റൊരു സൈഡിലോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. രണ്ട് സൈഡിലോട്ടായിരിക്കും കറണ്ട് ഉണ്ടാവുന്നതിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അതായത് രണ്ട് ഡിറക്ഷനിലായിരിക്കും കറണ്ട് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ബാർ മാഗ്നറ്റിനെ മാറ്റിയതിനു ശേഷം നമ്മൾ രണ്ടാമത് എന്ത് ചെയ്തു, മറ്റൊരു കോയിൽ വെച്ചു. ആ കോയിലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, എടുത്തുകൊണ്ട് പോയി. കോയിലിനെ വീണ്ടും കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയി. അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യിക്കാൻ നമ്മൾ ചെയ്ത ടെക്നിക്ക് എന്താണ്, ഒരു കോയിലിനെ കൊണ്ടുവരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, ഒരു കോയിലിനെ വീണ്ടും കൊണ്ടുവരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. ഒരു കോയിലിനെ മൂവ് ചെയ്യിക്കുകയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെന്റിലെ നമ്മുടെ ടെക്നിക്ക്. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്തു, ഈ കോയിലിനെ ഇതിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് നമ്മളൊരു സ്വിച്ച് കൊടുത്തു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് വരും, മാഗ്നറ്റിക് ഫീൽഡ് വരും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറണ്ട് പോയി, മാഗ്നറ്റിക് ഫീൽഡ് പോയി. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ കൊണ്ടുവരാനും എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ചെയ്തത് എന്തായിരുന്നു, ഒരു സ്വിച്ച് കണക്ട് ചെയ്തു. നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് അതായിരുന്നു. നാലാമത് നമ്മൾ മോഷണൽ ഇ എം എഫ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വന്നപ്പം നമ്മൾ ചെയ്തത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം അതിന്റെ നടുക്ക് ഒരു റെക്ടാംഗുലർ കറണ്ട് ലൂപ്പ് വെച്ചതിന് ശേഷം റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിന്റെ ഒരു എൻഡ് മൂവ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു എൻഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിലൂടെ കടന്നു വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വേരി ചെയ്യിച്ചു. നാലാമത്തെ മെത്തേഡ്. ക്ലിയർ ആണല്ലോ. ഇവിടെ നമ്മൾ അഞ്ചാമത്തെ മെത്തേഡിലോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ അറിയാം, ഇവിടെ നോർത്ത് പോൾ മാഗ്നറ്റ് ഉണ്ട്, സൗത്ത് പോൾ മാഗ്നറ്റ് ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓർത്തോണം, നോർത്ത് പോൾ ടു സൗത്ത് പോൾ കണ്ടിന്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ ഇവിടെ നോർത്ത് പോൾ ടു സൗത്ത് പോൾ കണ്ടിന്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ അതിന്റെ സെന്ററിൽ ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു കറണ്ട് ലൂപ്പ് നമ്മൾ വെച്ചു. അതിനുശേഷം ഈ കറണ്ട് ലൂപ്പ് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, രണ്ട് ബാർ മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാർ മാഗ്നറ്റിന് നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചില പൊസിഷൻ വരുമ്പോൾ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പൊ ഇതിനകത്തോട്ടാണ് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് കയറിപ്പോയി. ശരിയാണല്ലോ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫേസിലൂടെ കയറി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഈ താഴെക്കൂടെ മേളിക്കൂടെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകത്തില്ല, കാരണം ഇതിലെ മാത്രമേ കടന്നു പോകത്തുള്ളൂ. സോ ഇതിന്റെ ഈ ഫേസിലൂടെയോ ഈ ഫേസിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകത്തില്ല, സീറോ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും കടന്നു പോകുന്നത്. വീണ്ടും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം കൂടാൻ തുടങ്ങി. വീണ്ടും ഇങ്ങനെ എത്തുമ്പോഴത്തേനും മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം വരും. ശരിയാണല്ലോ. ഓർത്ത് നോക്കുക, രണ്ട് ബാർ മാഗ്നറ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ നടുക്കോട്ട് നമ്മളൊരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള കോയിൽ വെക്കുന്നു. ആ കോയില് ചില ആംഗിൾ വരുമ്പോൾ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ഇതിലെ കടന്നു പോകും. അതിനുശേഷം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് അതിലെ കടന്നു പോകുന്നത് കുറയും. ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ ഇതിലെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആകും. വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിലെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം കൂടും. അങ്ങനെ കൂടിക്കൂടി വീണ്ടും സർട്ടൺ ആംഗിൾ വന്നു കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതിലെ കടന്നു പോകുന്നത് മാക്സിമം ആവും. അത്തരത്തിൽ നമ്മൾ ഈ ഒരു നടുക്ക് നിന്ന് ഒരു റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിലൂടെ കടന്നു വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണത്തിൽ വേരിയേഷൻ വരുന്നു. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റുകൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം മാഗ്നറ്റിക് ഫീൽഡിനെ കോയിലിന്റെ അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യണം. ആദ്യം എന്ത് ചെയ്തു, ബാർ മാഗ്നറ്റിനെ കൊണ്ടുവരികയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു, മറ്റൊരു കോയിലിനെ നമ്മൾ ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തി. മൂന്നാമത് എന്ത് ചെയ്തു, കോയിലിനെ അടുത്ത് തന്നെ വെച്ചു. അതിനുശേഷം ഒരു സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അതിന്റെ അടുത്ത് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ വേരിയേഷൻ സംഭവിപ്പിച്ചു. മൂന്നായി. നാലാമത് എന്ത് ചെയ്തു, മോഷണൽ ഇ എം എഫിന്റെ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. പക്ഷെ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിന്റെ ഒരു സൈഡ് മൂവ് ചെയ്യിച്ചുകൊണ്ട് ചില സമയത്ത് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടും, ചില സമയത്ത് കുറവ് മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടും. ഇത്തരത്തിൽ ഈ മോഷണൽ ഇ എം എഫ് കാരണം ഈ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിന്റെ ഒരു എൻഡ് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിലൂടെ കടന്നു വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരുത്തി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നാ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പെർമനന്റ് ആയിട്ട് അവിടെ നമ്മൾ പ്ലേസ് ചെയ്തു. അതിനുശേഷം അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഒരു റെക്ടാംഗുലർ കറണ്ട് ലൂപ്പ് ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇടയ്ക്ക് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകും, ഇടയ്ക്കത് കുറവായിരിക്കും, പിന്നെ ഇടയ്ക്കത് സീറോ വരെ വരും. ശരിയാണല്ലോ. വീണ്ടും അത് കൂടാൻ തുടങ്ങും, അത് ഇടയ്ക്ക് മാക്സിമം വരും, വീണ്ടും സീറോയിലോട്ട് പോകും. ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്നതിന് വേരിയേഷൻ വരുത്തിക്കൊണ്ട് ഈ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണത്തിന് വേരിയേഷൻ വരുത്തിക്കൊണ്ട്
നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന കറണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡിറക്ഷനിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഡിറക്ഷൻ ഓൾട്ടർനേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഞാനൊരു 3 ഡയമെൻഷണൽ വ്യൂ ഒക്കെ കാണിച്ച് അതിന്റെ ഒരു വർക്കിംഗ് കാണിച്ച ഒരു എക്സ്പെരിമെന്റ് ഇതിന്റെ ഒരു ലാസ്റ്റ് പോർഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് വളരെ ക്ലിയർ ആയിരിക്കും. നമുക്കിപ്പോ തൽക്കാലം ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് പോകാം. മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ ആണ്, അല്ലെങ്കിൽ ബി എ കോസ് ഒമേഗ ടി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഇക്വേഷൻ ഫാരഡേസ് ലോ അനുസരിച്ച് നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി ആണ്. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ n ഇൻറ്റു, ഞാൻ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞു, n നമ്പർ ഓഫ് ടേൺസ് ഉള്ള കേസിൽ നിങ്ങൾ നേരെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ n ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫൈയെ നമ്മളിവിടെ ബി എ കോസ് ഒമേഗ ടി വെച്ച് റീപ്ലേസ് ചെയ്താൽ എങ്ങനെ കിട്ടും? ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് n ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഫൈയുടെ അവിടെ നമുക്ക് എന്നാ എഴുതാം? ബി എ കോസ് ഒമേഗ ടി എന്ന് കൊടുക്കാം. ഇനി അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബിയും എയും ഡിഫറൻഷ്യലിന് വെളിയിലോട്ട് എടുത്തു കഴിയുമ്പോൾ മൈനസ് എൻ, ഈ എൻ ആണ്, എൻ ബി എ ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. കോസ് ഒമേഗ ടിയെ ഡിഫറൻസിയേഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സൈൻ ഒമേഗ ടി ആണ്. രണ്ടാമത് ഈ ഒമേഗ ടിയെ കൂടി ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി, ഒമേഗ എന്നുകൂടി കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്നാ നോക്കിയേ, എൻ ബി എ ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ ആ മൈനസ് സൈൻ ഒമേഗ ടി ഇവിടെ വരുമ്പോൾ ഈ മൈനസും കൂടെ ക്യാൻസൽ ആവും. സോ എൻ ബി എ സൈൻ ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പൊ ആ ഒമേഗ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾക്ക് എൻ ബി എ ഒമേഗ നോക്കി അറിയാം. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലർ കറണ്ട് ലൂപ്പിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിന്റെ ഏരിയ ആണ്, കോൺസ്റ്റന്റ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ ഫ്രീക്വൻസി ആണ്, കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ എൻ ബി എ ഒമേഗ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ എപ്സിലോൺ 0 എന്ന് വിളിക്കുന്നു. സോ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഇ എം എഫിന്റെ മാക്സിമം E0 ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. സൈൻ ഫംഗ്ഷൻ ആണ് ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അറിയാം, ഇതിനെയാണ് നമ്മൾ സൈൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഒരു സൈൻ ഫംഗ്ഷൻ പോലെയാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സൈൻ ഫംഗ്ഷന്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ നമ്മളൊരു ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിസിന്റെ മേളിലും താഴെയും നമുക്ക് ഈ സൈൻ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. സൈൻ വേവ് പോകുന്ന ആദ്യമേ അപ്പർ ഹാഫ് സൈക്കിൾ പോവും, പിന്നീട് ലോവർ ഹാഫ് സൈക്കിൾ വരും, വീണ്ടും അപ്പർ ഹാഫ് സൈക്കിൾ പോവും, വീണ്ടും ലോവർ ഹാഫ് സൈക്കിൾ വരും. അപ്പൊ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ കേസിൽ ഈ അപ്പർ ഹാഫ് സൈക്കിളും ലോവർ ഹാഫ് സൈക്കിളും നമ്മൾ തീരുമാനിക്കുന്നത് ഈ അപ്പർ ഹാഫ് സൈക്കിൾ എല്ലാം ഏതെങ്കിലും ഒരു ഡിറക്ഷനിലുള്ള കറണ്ട് ഫ്ലോ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ബൾബ് വെക്കുവാണെങ്കിൽ ബൾബിന്റെ ഒരു ഡിറക്ഷനിലുള്ള കറണ്ട് ഫ്ലോ ആണ് നമ്മൾ ഈ അപ്പർ ഹാഫ് സൈക്കിൾ പറയുന്നത്. ലോവർ ഹാഫ് സൈക്കിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള കറണ്ട് ഫ്ലോ ആണ് ലോവർ ഹാഫ് സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യം അപ്പർ ഹാഫ് സൈക്കിൾ വരുമെങ്കിൽ ഒരു ബൾബ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബൾബിന്റെ ഒരു ഡിറക്ഷനിൽ ആദ്യമേ കറണ്ട് പോയി. പിന്നീട് തൊട്ടടുത്ത് വരുന്നത് തന്നെ ഒരു ലോവർ ഹാഫ് സൈക്കിൾ ആണ്. അത് നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുന്നത് കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ മാറി എന്നുള്ളതാണ്. വീണ്ടും ഒരു അപ്പർ ഹാഫ് സൈക്കിൾ വരും, അതായത് വീണ്ടും കറണ്ട് ഫ്ലോ ഇങ്ങനെയാവും. വീണ്ടും ഒരു ലോവർ ഹാഫ് സൈക്കിൾ വരും, കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ മാറി. അപ്പൊ കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ മാറുന്നതാണ് ഇവിടെ ഈ അപ്പർ ഹാഫ് സൈക്കിളും ലോവർ ഹാഫ് സൈക്കിളും റിസംബിൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. 1. 2, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ സമയത്ത് നമുക്ക് കിട്ടിയ പോലെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഒറ്റ കറണ്ട്. ഇപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ കേസിലാണെങ്കിൽ ഡിറക്റ്റ് കറണ്ടിന്റെ കേസിലാണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കറണ്ട് വരയ്ക്കുന്ന ഒറ്റ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇങ്ങനെ നേരെ വരയ്ക്കുന്നത്. കാരണം എപ്പോഴും കിട്ടുന്ന ഒരേ കറണ്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ഡിറക്റ്റ് കറണ്ടിന്റെ കേസിൽ, DC കറണ്ടിന്റെ കേസിൽ കിട്ടിയതുപോലെ എപ്പോഴും ഒരേ കറണ്ട് അല്ല ഇതിന്റെ കേസിൽ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇടയ്ക്ക് 0 വരുന്നുണ്ട്, പിന്നെ മാക്സിമം വരുന്നുണ്ട്, പിന്നെ അത് വീണ്ടും 0 ആവുന്നുണ്ട്, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓർക്കുക, ഒരു ഡയറക്ഷന് കറണ്ട് പോയി, പിന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. അപ്പം ലോവർ ഹാഫ് സൈക്കിൾ നോക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും അതിങ്ങനെ കൂടി മാക്സിമം ആയി, വീണ്ടും അത് കുറഞ്ഞു 0 ആയി. എന്തുകൊണ്ടാണ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മാക്സിമം കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അത് കറങ്ങി മിനിമം കട്ട് ചെയ്യും, വീണ്ടും മാക്സിമം കട്ട് ചെയ്യും, മിനിമം കട്ട് ചെയ്യും. അപ്പൊ ഇതിനകത്തൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 0 to മാക്സിമം, മാക്സിമം ടു 0, 0 to മാക്സിമം, മാക്സിമം ടു 0 അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിനെ അത് കട്ട് ചെയ്യുന്നത് ഡിഫറന്റ് ആയിരിക്കും. മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന ഡിഫറന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് 0 കറണ്ട് ആയിരിക്കും, ചിലപ്പോൾ മാക്സിമം കറണ്ട് ആയിരിക്കും, വീണ്ടും 0 കറണ്ട് ആയിരിക്കും, മാക്സിമം കറണ്ട് ആയിരിക്കും, 0 കറണ്ട് ആയിരിക്കും. അപ്പൊ ഒരു വേരിയേഷൻ ഉള്ള കറണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പം കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിലും വേരിയേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ടിന്റെ ഡിറക്ഷനിലും വേരിയേഷൻ വരുന്നുണ്ട്. അപ്പം മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യുന്നുണ്ട്,
അതിന്റെ ഡിറക്ഷൻ ആദ്യമേ ഒരു ഡയറക്ഷനിൽ പോയി, പിന്നീട് മറ്റൊരു ഡയറക്ഷന് വന്നു, വീണ്ടും ഒരു ഡയറക്ഷന് വന്നു, മറ്റൊരു ഡയറക്ഷന് വന്നു. അത്തരത്തിൽ ചേഞ്ച് വരുന്നതിനെ, അത്തരത്തിലുള്ള കറണ്ടിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് കറണ്ടിന്റെ കേസിൽ അത് യൂണി ഡയറക്ഷനിലായിരിക്കും, അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ വേരിയേഷൻ ഉണ്ടായിരിക്കത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പം AC ജനറേറ്ററിന്റെ ഒരു 3 ഡയമെൻഷണൽ വർക്കിംഗ് മോഡൽ കൂടി ഇതിനോട് അസോസിയേറ്റ് ചെയ്യാൻ ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ഇതിന്റെ വർക്കിംഗ് പാർട്ട് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നമുക്കറിയാം, നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ടർബൈൻസ് കറക്കിയാണ് കറണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ടർബൈൻസ് കറക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്ടർ ഹൈ പൊട്ടൻഷ്യൽ എനർജി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം താഴെ അതിന് വളരെ ഹൈറ്റിലായിരിക്കും ഡാം. സോ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി താഴെ പോയി കൺവേർട്ട് ചെയ്ത് താഴെ ഇരിക്കുന്ന ടർബൈൻസിനെ കറക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ കാറ്റടിച്ച് വിൻഡ് എനർജി നമ്മൾ ഇത് ഈ ടർബൈൻസ് കറക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇത്തരത്തിൽ ഒരു സാധനം കറങ്ങിയിട്ട് ടർബൈൻ കറങ്ങിയതിന് ശേഷം നമുക്ക് ഇലക്ട്രിക് കറണ്ട് കിട്ടുന്നു. ഈ ഒരു മെക്കാനിസത്തിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് പഠിച്ച മൈക്കൽ ഫാരഡെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മളിത് വർക്ക് ചെയ്യുന്നത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് എലമെന്റ് ഇരിക്കുവാണെങ്കിൽ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ട് അതിനകത്ത് ഒരു കറണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മുമ്പ് പഠിച്ചു. അപ്പൊ ഇത്തരത്തിലൊരു സർക്കുലർ റെക്ടാംഗുലർ കോയില് ഇതിനകത്ത് നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും അതിനകത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും നമുക്ക് കറണ്ട് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ, ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് നമ്മൾ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 തരത്തിലുള്ള ഇലക്ട്രിക് ജനറേറ്റേഴ്സ് ഉണ്ട്. AC ഇലക്ട്രിക് ജനറേറ്ററും DC ഇലക്ട്രിക് ജനറേറ്ററും ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് AC ഇലക്ട്രിക് ജനറേറ്റർ കാണാം. അതിനായിട്ട് നമ്മൾ ഒരു റെക്ടാംഗുലർ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതിനുശേഷം നമ്മൾ ഈ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു അല്പം റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കറണ്ട് ഉണ്ടാകാം. മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മുടെ ഒരു ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് റൈറ്റ് ഹാൻഡ് ഫ്ലെമിംഗ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ മുമ്പ് പഠിച്ചതനുസരിച്ച്. സോ റൈറ്റ് ഹാൻഡ് ഫ്ലെമിംഗ് റൂളിന് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ 3 ഫിംഗറുകൾ സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പം തമ്പ് ഫോഴ്സിന്റെ ഡയറക്ഷനും മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനും 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമാണ്. അപ്പൊ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇതിന്റെ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിന്റെ ആ ഒരു എൻഡ് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പ് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് എൻഡ് അപ്വേർഡും റൈറ്റ് എൻഡ് ഡൗൺവേർഡും ആണ് വന്നിരിക്കുന്നത്. അതായത് പിങ്കിന്റെ അവിടെ അപ്വേർഡും ബ്ലൂ ലൈനിന്റെ അവിടെ വന്നിരിക്കുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലുമാണ് ഫോഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ പിങ്കിന്റെ അവിടെ അപ്വേർഡ് ഡയറക്ഷനിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഫോഴ്സിന്റെ അപ്വേർഡ് എന്നുള്ള ആ ഒരു തമ്പ് നമുക്ക് അവിടെ അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കാം നമ്മുടെ റൈറ്റ് ഹാൻഡിന്. നിങ്ങൾക്ക് വേണം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പം നമുക്ക് ആ ഒരു പിങ്കിന്റെ അവിടെ അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് എടുത്തിട്ട് തമ്പിന്റെ ഫോഴ്സ് അപ്വേർഡ് ആകുന്ന രീതിയിൽ നേരെ മേളിലോട്ട് നമുക്ക് അവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡിന്റെ നോക്കുമ്പോൾ അറിയാം, തമ്പ് ഞാൻ അപ്വേർഡ് കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നമ്മുടെ 4 ഫിംഗർ കൊടുത്തു. അപ്പൊ മിഡിൽ ഫിംഗർ നിൽക്കുന്ന നോക്കുമ്പോൾ അറിയാം മേളിലോട്ടായിരിക്കും എനിക്ക് കറണ്ട് ഫ്ലോ കിട്ടുന്നത്. അതായത് ഇൻ ടു ദ സ്ക്രീൻ എന്നുള്ള രീതിയിലായിരിക്കും, അങ്ങോട്ടേക്കായിരിക്കും എനിക്കൊരു കറണ്ട് ഫ്ലോ, കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ബ്ലൂ ലൈനിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൈ വെക്കുവാണെങ്കിൽ നമുക്കറിയാം, റൈറ്റ് ഹാൻഡ് വെക്കുവാണെങ്കിൽ നമുക്കറിയാം അവിടെ നമുക്ക് താഴേക്കാണ്, ബ്ലൂ ലൈൻ താഴേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ താഴേക്ക് നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നു, താഴേക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ കൊടുക്കുന്നു. അപ്പൊ മിഡിൽ ഫിംഗർ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ അറിയാം താഴേക്കാണ്, അതായത് നമ്മുടെ നേർക്ക് ഔട്ട് ഓഫ് ദി സ്ക്രീൻ എന്നുള്ള രീതിയിലായിരിക്കും അതിനകത്തൂടെ കറണ്ട് പോകുന്നത്. മേളിൽ നിന്ന് താഴേക്കായിരിക്കും അതിനകത്തൂടെ കറണ്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം പിങ്ക് ലൈനിൽ കൂടെ മേളിലോട്ട് കറണ്ട് പോകുന്നു, അപ്പ് ഡിറക്ഷനിലാണ്, അല്ലെങ്കിൽ ഇൻ ടു ദ സ്ക്രീൻ എന്ന് പറയാം. ബ്ലൂ റീജിയനിലാണെങ്കിൽ ഡൗൺ ഡിറക്ഷനിലാണെന്ന് പറയാം, അല്ല ഔട്ട് ഓഫ് ദി സ്ക്രീൻ എന്നാണ് പറയാം. അങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത്. മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കറണ്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ അവിടെ ഒരു കറണ്ട് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്തപ്പോഴാ? നമ്മുടെ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പ് ഒന്ന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിങ്ക് മേളിലോട്ടും ബ്ലൂ ലൈൻ താഴേക്കുമാണ് വരുന്നത്. അപ്പൊ അപ്വേർഡും ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണ് ഡയറക്ഷണൽ ഫോഴ്സ് വരുന്നത്, ഡൗൺ സൈഡിൽ ഡൗൺവേർഡ് ഡയറക്ഷണൽ ഫോഴ്സ് വരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ലെഫ്റ്റ് സൈഡിൽ മേളിലോട്ടും റൈറ്റ് സൈഡ് താഴേക്കും കറണ്ട് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കറണ്ട് കിട്ടും. നമുക്ക് ആ ഒരു ആരോ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് നോക്കുവാണെങ്കിൽ, അപ്പം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പം അതിന്റെ ഒരു കംപ്ലീറ്റ് ആരോ മാർക്ക് ഇടുവാണെങ്കിൽ
ലെഫ്റ്റിൽ നിന്ന് കറണ്ട് കയറി ഈ ഒരു ബ്ലൂയിലൂടെ ഇറങ്ങി റൈറ്റ് എൻഡിലൂടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരും. ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അവിടെ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്കൊരു കറണ്ട് ഫ്ലോ നമുക്ക് കിട്ടും. എന്ത് ചെയ്തതേ ഉള്ളൂ? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിനെ റൊട്ടേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്ത് അതൊരു ഹാഫ് റൊട്ടേഷൻ വന്നു. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാകരുത്. ഹാഫ് റൊട്ടേഷൻ വന്നു. ഹാഫ് റൊട്ടേഷന് ശേഷം ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പം വീണ്ടും ഇപ്രാവശ്യം നോക്കുക, പിങ്ക് ലൈനാണ് ഇപ്രാവശ്യം ഡൗൺവേർഡ് വരേണ്ടത്. പിങ്ക് ലൈൻ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡൗൺവേർഡ് താഴേക്ക് വരണം. ശരിയാണല്ലോ? ഇനി ലെഫ്റ്റ് സൈഡിലെ ബ്ലൂ ലൈൻ എങ്ങോട്ട് വരും? മേളിലോട്ട് വരും. അപ്പോൾ ഓർത്തോണം, അവരുടെ കറണ്ടിന്റെ ഡിറക്ഷൻ മാറും. നമ്മൾ മുമ്പ് പറഞ്ഞ അനുസരിച്ച് എങ്ങനെയായിരുന്നു? മേളിലോട്ട് വരുമ്പോൾ കറണ്ട് ഇൻ ടു ദ സ്ക്രീനും, താഴേക്കാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ വരുന്നതെങ്കിൽ അത് ഔട്ട് ഓഫ് ദ സ്ക്രീൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ശരിയാണല്ലോ? അപ്പൊ അവിടെ വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പം എപ്പോഴും ഓർക്കുക, ഇത്ര ഓർത്താൽ മതി, എപ്പോഴും ഓർക്കുക, ലെഫ്റ്റ് എൻഡിൽ ആര് വന്നാലും, ബ്ലൂ വന്നാലും പിങ്ക് വന്നാലും അത് മേളിലോട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ക്ലോക്ക് വൈസിൽ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ ആര് വന്നാലും അവര് അപ്പ് ഡിറക്ഷനിലും വരും. അതുപോലെ റൈറ്റ് എൻഡിൽ ആര് വന്നാലും അവർ ഡൗൺ ഡിറക്ഷനിലായിരിക്കും. ശരിയാണല്ലോ? അതുകൊണ്ട് അവരുടെ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പ് ഡിറക്ഷനിൽ പോകുന്നവരുടെ കറണ്ട് ഫ്ലോ മേളിലോട്ടും, റൈറ്റ് സൈഡിൽ ഡൗൺ ഡിറക്ഷനിൽ കറണ്ട് പോകുമ്പോൾ അതിന്റെ കറണ്ട് ഫ്ലോ താഴോട്ടും ആയിരിക്കും വരുന്നത്. ഡൗൺ ഡിറക്ഷനിൽ നമ്മുടെ റെക്ടാങ്കിൾ കറണ്ട് ലൂപ്പ് നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ അത് താഴോട്ടും ആയിരിക്കും. അതിന്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് കാണാം, അത് കൃത്യമായിട്ട് ഓൾട്ടർ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം എപ്പം ആര് ലെഫ്റ്റ് സൈഡിൽ വന്നാലും അവര് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പ് ഡിറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പൊ കറണ്ട് ഫ്ലോ മേളിലോട്ടായിരിക്കും. ഇനി ആര് റൈറ്റ് സൈഡിൽ വന്നാലും, പിങ്ക് വന്നാലും ബ്ലൂ വന്നാലും അവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴേക്കായിരിക്കും അവരുടെ ഫോഴ്സ് വരുന്നത്. അപ്പൊ അവരുടെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ അറിയാം, റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു കംപ്ലീറ്റ് സൈക്കിളിലേക്ക് നമുക്ക് നോക്കി, ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിലേക്ക് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് ഒരു AC ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാനൊരു ബൾബ് അവിടെ കണക്ട് ചെയ്തു, കാരണം കറണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു വയർ വെച്ചിട്ട് അതിനെ രണ്ടെണ്ണത്തിനെ നേരിട്ടൊന്ന് കണക്ട് ചെയ്തു. നേരിട്ട് കണക്ട് ചെയ്താൽ അത് ശരിയാകത്തില്ല, കാരണം ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ നമ്മുടെ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്രാവശ്യം ആ കണക്ഷൻ ഒന്ന് മായിച്ചിട്ട് അതിന്റെ ഇടയിൽ 2 റിങ്ങുകൾ കൊടുക്കും. ഈ റിങ്ങുകളെ നമ്മൾ സ്ലിപ്പ് റിംഗ് എന്നാണ് വിളിക്കുന്നത്. സ്ലിപ്പ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റിംഗ് എന്നാണ്. 2 സ്ലിപ്പ് റിംഗ് നമ്മൾ കൊടുത്തു. ആ സ്ലിപ്പ് റിംഗിലോട്ട്, ഒന്നാമത്തെ സ്ലിപ്പ് റിംഗിലോട്ട് നമ്മളൊരു കാർബൺ ബ്രഷ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്ലിപ്പ് റിംഗിലോട്ട് രണ്ടാമത്തെ ഒരു കാർബൺ ബ്രഷും താഴെയും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ അറിയാം, ആദ്യത്തെ ലെഫ്റ്റ് എൻഡ് ലൈൻ പോകുന്നത് നമ്മുടെ പിങ്ക് കളറിലുള്ള സ്ലിപ്പ് റിംഗിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ ബ്ലൂ കളറിലുള്ള ലൈൻ വരുന്നത് താഴെ ഇങ്ങനെ നേരെ വന്ന് താഴേക്ക് നമ്മുടെ രണ്ടാമത്തെ കാർബൺ ബ്രഷിലേക്കാണ് വരുന്നത്. അവിടെ ആ ബ്ലൂ സ്ലിപ്പ് റിംഗിലേക്കാണ് അത് പോകുന്നത്. ആ ബ്രഷ് നമ്മൾ മുമ്പിലത്തെ ലെക്ചറിൽ പറഞ്ഞ പോലെ തന്നെ ബ്രഷ് ജസ്റ്റ് ഒരു കോണ്ടാക്റ്റിൽ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. അവിടെ കണക്ഷൻ ഒന്നുമില്ല. നമുക്കറിയാം, അത് ജസ്റ്റ് സ്ലിപ്പ് റിംഗ് കറങ്ങുന്നതിനനുസരിച്ച് അവരൊരു കോണ്ടാക്ട് വരിക എന്നുള്ളത് മാത്രമേ ആ കാർബൺ ബ്രഷും ആയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് റൈറ്റ് സൈഡിൽ ആ ഫിഗർ കാണാം. ബ്രഷ് ജസ്റ്റ് ആ സ്ലിപ്പ് റിങ്ങുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ വർക്കിംഗ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ബ്ലൂ എൻഡിൽ നമുക്കറിയാം അവിടെ റൈറ്റ് താഴേക്കാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം കറണ്ട് വരുന്നത് താഴേക്കായിരിക്കും. താഴേക്ക് വരുമ്പോൾ നമ്മുടെ ആ ബ്രഷിനകത്തൂടെ കയറി, ഇപ്പൊ നിങ്ങൾ ആ ഡിറക്ഷൻ കാണുന്ന പോലെ ബ്രഷിനകത്തൂടെ കയറി, ബൾബിനകത്തൂടെ കയറി നമ്മുടെ പിങ്ക് സ്ലിപ്പ് റിംഗിൽ വന്നിട്ട് അവിടുന്ന് മേളിലോട്ട് കയറി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ കാണുന്നത് പോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് കറണ്ട് കൃത്യമായിട്ട് കിട്ടും. നമ്മുടെ ബൾബ് തെളിയുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇവരുടെ ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ആ സ്ലിപ്പ് റിംഗ് അതിനോടൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സ്ലിപ്പ് റിംഗ് അവരോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പം എപ്പോഴും ഓർക്കുക, ലെഫ്റ്റ് സൈഡിൽ വരുന്നവർ എപ്പോഴും അപ്വേർഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റൈറ്റ് സൈഡിൽ വരുന്നവർ ആരാണെങ്കിലും റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അവൻ എപ്പോഴും ഡൗൺവേർഡ് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കാം, ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പം ഇനി നിങ്ങൾ നോക്കുക, ഇതാരാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ പിങ്ക് വന്നു, അവനിപ്പോ താഴോട്ട് വന്നിരിക്കുക. അപ്പൊ അവന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് താഴേക്ക് മാറും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ബൾബിലൂടെ കറണ്ട് പോകുന്നത് ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അവരുടെ കറണ്ടിന്റെ ഡയറക്ഷൻ മൊത്തത്തിലൊന്ന് മാറി. കാരണം പിങ്ക് സ്ലിപ്പ് റിംഗിലാണ് നമ്മുടെ ബ്രഷ് കണക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നതിനോടൊപ്പം നമ്മുടെ ബൾബിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷനും മാറി. ഇപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഞാൻ വൈറ്റ് ലൈറ്റ് ആയിരിക്കും അവിടെ തെളിയിക്കുന്നത്. വീണ്ടും പഴയ പോലെ തന്നെയായി. ബ്ലൂ വന്നു റൈറ്റ് സൈഡിൽ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ വീണ്ടും മാറും. അന്നേരം ഞാൻ ആ യെല്ലോ ലൈറ്റ് തെളിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ആ സ്ലിപ്പ് റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്
ഈ നമ്മുടെ റെക്ടാംഗിൾ കറണ്ട് ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ ആരും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സ്ലിപ്പ് റിംഗ്സും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവര് ഓരോ ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആദ്യമേ ലെഫ്റ്റ് സൈഡിൽ പിങ്ക് ആണെങ്കിൽ രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ വരുമ്പോൾ റൈറ്റ് സൈഡിൽ പിങ്ക് ആവും. റൈറ്റ് സൈഡിൽ പിങ്ക് ആകുമ്പോൾ അവൻ താഴേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ അവരുടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇവരുടെ കറണ്ടിന്റെ ഡയറക്ഷൻ, നമ്മുടെ ബൾബിനകത്തൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് അവരുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ഇങ്ങനെ ഡിറക്ഷൻ മാറുന്ന കറണ്ടുകളെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ബൾബിലൂടെ ആദ്യമേ അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയാൽ പിന്നെ റൈറ്റിലോട്ടായിരിക്കും കറണ്ട് വരുന്നത്, വീണ്ടും ലെഫ്റ്റിലോട്ട് പോയാൽ പിന്നെ റൈറ്റിലോട്ടായിരിക്കും കറണ്ട് വരുന്നത്. ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കും. ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ AC ജനറേറ്റർ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ, ബൾബിനകത്തൂടെ കറണ്ട് പോകുന്നത് ആദ്യം ലെഫ്റ്റിലോട്ടാണെങ്കിൽ രണ്ടാമത് റൈറ്റിലോട്ടായിരിക്കും. ബൾബിലൂടെ കറണ്ട് പോകുന്നത് 2 ഡിറക്ഷനിലായിരിക്കും. അതിനെയാണ് നമ്മൾ AC കറണ്ട് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ജനറേറ്ററിനെയാണ് നമ്മൾ AC ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് 2 ഡിറക്ഷനിലാണ് കറണ്ട് ഫ്ലോ വരുന്നത്. നമുക്കിനി അതിനെ ഒരു ഡിറക്ഷണൽ കറണ്ട് ഫ്ലോ ഉണ്ടാക്കി നമുക്കതിനെ യൂണി ഡിറക്ഷണൽ കറണ്ട് എന്ന് വിളിക്കാം. യൂണി ഡിറക്ഷണൽ കറണ്ടിനെയാണ് നമ്മൾ DC കറണ്ട് എന്ന് വിളിക്കുന്നത്, ഡിറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മൾ സ്ലിപ്പ് റിംഗ്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഏതായാലും നമുക്കറിയാം, നമ്മുടെ റെക്ടാംഗിൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യം ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ലെഫ്റ്റ് സൈഡിൽ പിങ്ക് ലൈനാണ് വന്നിരിക്കുന്നത്. അവൻ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അവൻ താഴോട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പൊ അവന്റെ കറണ്ടിന്റെ ഡിറക്ഷൻ മാറും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ശരിയാണല്ലോ? കണ്ടോ, കറണ്ടിന്റെ ഡിറക്ഷൻ മാറുന്നുണ്ട് ഫിഗറിൽ ഇപ്പൊ കാണുന്നത് പോലെ. അതുപോലെ ബ്ലൂവിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ബ്ലൂവിന്റെ കാര്യം ആദ്യമേ റൈറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ താഴോട്ടാണ് റൊട്ടേറ്റ് ചെയ്ത് വരേണ്ടതെങ്കിൽ, താഴോട്ടാണ് അവന്റെ ഫോഴ്സ് വരുന്നതെങ്കിൽ അവൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പകുതി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡിൽ വരും. ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അത് കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അവന്റെ ഫോഴ്സ് അപ്വേർഡ് വരണം. അപ്വേർഡ് വരുമ്പോൾ അവന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പ്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവരുടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓൾട്ടർനേറ്റ് ആവുന്നുണ്ട്. കണ്ടോ, തിരിയുന്നുണ്ട്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ തിരിയുന്നുള്ള കാര്യം ഉറപ്പാണ്. AC ജനറേറ്റർ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ തിരിയും. നമുക്ക് ഇനി നോക്കേണ്ടത് DC ജനറേറ്റർ ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ തിരിഞ്ഞാലും നമ്മുടെ ബൾബിലൂടെ വരുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ തിരിയരുത്. മേളിൽ കറണ്ടിന്റെ ഡയറക്ഷൻ തിരിഞ്ഞാലും നമ്മുടെ ബൾബിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് തിരിയാൻ പാടില്ല, ചെരിയാൻ പാടില്ല. അതിനെ നമ്മൾ ചെയ്യുന്നത്, മുമ്പ് നമ്മൾ സ്ലിപ്പ് റിംഗ്സ് കണക്ട് ചെയ്തെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ അവർക്ക് പകരമായിട്ട് സ്പ്ലിറ്റ് റിംഗ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ആ മോട്ടറിന്റെ കേസിൽ പഠിച്ചതുപോലെ ഇതിപ്പോ കണ്ടോ, സ്പ്ലിറ്റ് റിംഗ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. സ്ലിപ്പ് റിംഗ്സ് അല്ല, സ്പ്ലിറ്റ് റിംഗ്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് റിംഗ്സ് ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം, കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി നിങ്ങൾക്ക് AC ജനറേറ്ററും കുറച്ചും കൂടെ ക്ലിയർ ആവും. ആ സ്ലിപ്പ് റിംഗ്സ് നോക്കി, ലെഫ്റ്റ് സൈഡിൽ ഞാൻ ആരെ വെച്ചിട്ടുണ്ട്, പിങ്ക് കളറിലുള്ള സ്ലിപ്പ് റിംഗ്സിനെ വെച്ചിട്ടുണ്ട്, സ്പ്ലിറ്റ് റിംഗ്സിനെ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിലുള്ള സ്പ്ലിറ്റ് റിംഗ്സിനെ വെച്ചിട്ടുണ്ട്. ശരിയാണല്ലോ? ഇനി നിങ്ങൾ നോക്കിയാൽ അറിയാം, ബൾബിനകത്തൂടെ കറണ്ട് പോകുന്നത് ഇങ്ങനെ പോയിട്ട് ആ ഡിറക്ഷൻ നോക്കി പിങ്കിലൂടെ കയറി മുകളിലോട്ടായിരിക്കും പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം, ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ നമ്മുടെ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പ് തിരിഞ്ഞതുകൂടെ ആരും തിരിഞ്ഞു, നമ്മുടെ സ്പ്ലിറ്റ് റിംഗും തിരിഞ്ഞു. ഇപ്രാവശ്യം നോക്കിയാൽ ബ്ലൂ സ്പ്ലിറ്റ് റിംഗ് ആയി ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത്, പിങ്ക് സ്പ്ലിറ്റ് റിംഗ് ആണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ കറണ്ട് ഫ്ലോ വരുമ്പോൾ എങ്ങനെ വരും നോക്കിയേ, ആ ബ്ലൂയിലൂടെ കയറി വരുമ്പം അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് റിംഗും ഇതിന്റെ കൂടെ തിരിയുന്നത് കൊണ്ട് എഫക്റ്റീവായിട്ട് ഇവരുടെ കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ അവിടെ മാറേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായിട്ട് എപ്പോഴും ആ ബ്ലൂവിന്റെ റൈറ്റ് സൈഡിലെ ബ്രഷിലൂടെ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയായിരിക്കും കറണ്ട് ഫ്ലോ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, റൈറ്റ് സൈഡിലെ ബ്രഷിലൂടെ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ കൂടെ തന്നെ സ്പ്ലിറ്റ് റിംഗും മാറുന്നത് കൊണ്ട് അവരുടെ ഡിറക്ഷൻ എഫക്റ്റീവ്ലി മാറ്റില്ല. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അത് റീവൈൻഡ് അടിച്ചൊന്ന് കാണുക. ആ വർക്കിംഗ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവരുടെ കൂടെ സ്പ്ലിറ്റ് റിംഗുകൾ റൊട്ടേറ്റ്, നേരത്തെ സ്പ്ലിറ്റ് റിംഗ്സ് ആകുമ്പോൾ സ്പ്ലിറ്റ് റിംഗ്സ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെ കറണ്ടിന്റെ ഡിറക്ഷൻ മാറുമ്പോൾ കറക്റ്റ് ആയിട്ട് കറണ്ടിന്റെ ഡിറക്ഷൻ എവിടെയും മാറുന്നുണ്ട്, നമ്മുടെ ബൾബിന് അക്രോസ് മാറുന്നുണ്ടായിരുന്നു. പക്ഷെ DC ജനറേറ്റർ വന്നു കഴിയുമ്പം അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം, കണ്ടോ, സ്പ്ലിറ്റ് റിംഗ്സ് മാറാതെ അവിടെ ഇരിക്കുന്നത് കൊണ്ട്, സ്ലിപ്പ് റിംഗ്സ് മാറാതെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ ഇവരുടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ അത് കൃത്യമായിട്ട് ബൾബിന്റെ അവിടെയും കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ആയിട്ട്. എന്നാൽ നമ്മൾ കമ്മ്യൂട്ടേറ്റർ കൊടുത്തു, കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്പ്ലിറ്റ് റിംഗ്സിനെയാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് DC ജനറേറ്ററിന്റെ കേസിൽ ഉപയോഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത് ഞാൻ ആ DC ജനറേറ്ററിന്റെ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. DC ജനറേറ്ററിന്റെ ഫിഗറിൽ കാണിക്കുമ്പോൾ നോക്കിക്കോണം അതിന്റെ ഒരു മാറ്റം. ഇവരുടെ ഡിറക്ഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂട്ടേറ്ററിന്റെ ഡിറക്ഷൻ മാറുന്നുണ്ട്. കണ്ടോ, ഓരോ പ്രാവശ്യം ഇവരുടെ കറണ്ടിന്റെ ഡിറക്ഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്പ്ലിറ്റ് റിംഗും കൂടെ മാറുന്നുള്ളത് കൊണ്ട് എഫക്റ്റീവായിട്ട് ഇവർക്ക് മൊത്തത്തില് അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റമില്ല. അതിനെയാണ് നമ്മൾ DC ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് നമ്മൾ AC ജനറേറ്ററും DC ജനറേറ്ററുമായിരുന്നു കണ്ടത്. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ആയിരുന്നു മനസ്സിലാക്കിയത്.